ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ SCRTയിൽ നിന്നുള്ള കുറച്ച് പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന എക്സാമിനേഷന് ഇത് റിലേറ്റഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. SCRTയിൽ നിന്ന് എടുത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പെർസെൻറ്റേജ് ആണ് ടോപ്പിക്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ നോട്ട്ബുക്കും അതുകൂടാതെ പെന്നും എടുത്തു വെക്കുക. ഓരോ ക്വസ്റ്റ്യൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്തു പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശതമാനം അല്ലെ, ശതമാനം അഥവാ പെർസെൻറ്റേജ്. ആദ്യം തന്നെ അറിയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 10% അല്ലെങ്കിൽ 20%, 30%, അങ്ങനെ പെർസെൻറ്റേജ് സൈനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഡിജിറ്റ് തരാം അല്ലെ. അപ്പൊ ആ ശതമാനത്തിന് നമ്മൾ കൺവേർട്ട് ചെയ്യണം അല്ലെ. ആ ശതമാനത്തിന് നമുക്ക് സംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ 10% എന്ന് പറഞ്ഞാൽ എന്താ, 10/100 അല്ലെ, 10/100. അല്ലെങ്കിൽ ഇപ്പോ 20% എന്ന് പറഞ്ഞാൽ എന്താ, 20% എന്ന് പറഞ്ഞാൽ 20/100, അതായത് 100ൽ 20 അല്ലെ, 100ൽ 20 20%, 100ൽ 10 10%. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജോസഫ് ഓരോ മാസവും വരുമാനത്തിന്റെ 8% ചികിത്സാ സഹായ നിധിയിലേക്ക് സംഭാവനയായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ. എത്രയാ, 8% സംഭാവനയായിട്ട് അദ്ദേഹം കൊടുക്കുന്നത്. ജോസഫിന്റെ ജനുവരി മാസത്തെ വരുമാനം 12,000 രൂപയാണ്. അയാൾ ആ മാസം എത്ര രൂപയായിരിക്കും കൊടുക്കുക, സംഭാവനയായിട്ട് എത്ര രൂപയായിരിക്കും കൊടുക്കുക, അതാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 8% എന്ത് സംഭാവനയായിട്ട് കൊടുക്കുന്നത്. എത്രയാണ് ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 12,000 രൂപയാണ് അല്ലെ. അപ്പോൾ 12,000ന്റെ 8% കാണാം. അതെങ്ങനെയാണ് നമ്മൾ കാണുക, 12,000 × 100/8. ഇത് കണ്ടു കഴിഞ്ഞാൽ ആൻസർ എത്തൂലേ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതിനുശേഷം ഡിഫിക്കൽറ്റി ലെവൽ കൂട്ടിക്കൊണ്ടുവരും. ഓക്കെ, അപ്പൊ ആദ്യമൊക്കെ ഉള്ളത് എന്താ, ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാ ശതമാനം കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എമൗണ്ട്, തുക ഇൻറ്റു ശതമാനം. 8% എന്ന് പറയാൻ നേരത്ത് 8/100, 10% എന്ന് പറയാൻ നേരത്ത് 10/100, 20% എന്ന് പറയുമ്പോൾ 20/100, ആ രീതിയിലല്ലേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ 8% 12,000ന്റെ കാണണമെങ്കിൽ 12,000 × 100/8 അത്ര ചെയ്താൽ. ഓക്കെ, 0 ക്യാൻസൽ ചെയ്യാം. 12 × 8 96, ഒരു 0 കൂടി ഇട്ട് കൊടുത്തു, 960 നമ്മുടെ ആൻസർ. ഓക്കെ, 960 നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, 12,000ന്റെ 8% എന്ന് പറയുമ്പോൾ 12,000 × 100/8. ഇനി അതല്ലാതെ നമുക്ക് അല്ലാതെയും കണ്ടുപിടിക്കാം. മൈൻഡ് കാൽക്കുലേഷൻ ഉണ്ട്. അതായത് 10% എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരു സംഖ്യയുടെ 10% എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി നമ്മൾ കൗണ്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 12,000ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാ, 10% എന്ന് പറഞ്ഞാൽ 1200. ഓക്കെ, അതായത് ഒരു സ്ഥാനം മാറ്റി ഞാൻ കൗണ്ട് ചെയ്തു. 1% എന്ന് പറഞ്ഞാൽ 1% എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം മാറ്റി നമ്മൾ കൗണ്ട് ചെയ്യുക. അതായത് 2 zeros പോയി കഴിഞ്ഞാൽ 1% എന്ന് പറഞ്ഞാൽ എത്രയാ, 120. ക്ലിയർ ആയോ. അപ്പൊ ഏതൊരു സംഖ്യയുടെയും 1% നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര ശതമാനത്തിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. 1% 120 ആണെങ്കിൽ 8% എന്ന് പറഞ്ഞാൽ എത്രയാ, 120 × 8 960. ക്ലിയർ ആയോ. അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഡയറക്റ്റ് ആണ്. 12,000 × 100/8 ചെയ്തു, 960 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജോസഫിന്റെ കൂട്ടുകാരൻ അലി വരുമാനത്തിന്റെ 12% സംഭാവന കൊടുക്കുന്നത്. സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. 12% സംഭാവന കൊടുക്കുന്നത്. അലിയുടെ ജനുവരി മാസത്തെ വരുമാനം 15,000 രൂപയാണ്. ഓക്കെ, 15,000 രൂപയാണെങ്കിൽ അയാൾ സംഭാവനയായിട്ട് എത്ര രൂപ കൊടുക്കും. അപ്പോൾ ആദ്യം ചെയ്തതുപോലെ തന്നെ 15,000ന്റെ 12% കാണണം. 0 ക്യാൻസൽ ആയിപ്പോയി. 15 × 10 180, 15 × 2 30. അപ്പോൾ 15 × 12 എന്ന് പറയാൻ നേരത്ത് 180, 1,800 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 1,800. അങ്ങനെ ചെയ്തത് 150 × 12 ചെയ്തു. 150 × 12 എന്ന് പറഞ്ഞാൽ 1,800. നമ്മൾ എന്ത് ചെയ്യുക, 15 × 12 ആദ്യം ഒന്ന് ഗുണിക്കുക. 25 10 ഇഷ്ടം 1 2 2 3 1 5 5 1 1. ഓക്കെ, 180 എന്ന് കിട്ടും. പിന്നെ ഒരു 0 കൂടിയില്ലേ, അതും കൂടി കൂട്ടി 1,800 വരും. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ, 1,800. ഓക്കെ, ഇനി ആദ്യം പറഞ്ഞ ആ ഒരു മൈൻഡ് കാൽക്കുലേഷൻ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി പറയാം. ക്ലിക്കായോ എന്ന് നോക്കുക നിങ്ങൾ. 15,000ന്റെ 10% എത്ര പിള്ളേരെ, 15,000ന്റെ 10% 1,500. 1% എത്രയാ, 1% 180, 1% 180. 12% കാണേണ്ടത്. അപ്പൊ എത്രയാ, 180 × 12 ചെയ്യുക. 180 × 12 എന്ന് പറഞ്ഞാൽ 15 × 12 ചെയ്തിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. സെയിം മോഡൽ വരും. കിട്ടിയോ. അടുത്ത ക്വസ്റ്റ്യൻ,
ടെലിവിഷൻ നിർമ്മിക്കുന്ന ഒരു കമ്പനി അടുത്ത മാസം മുതൽ 5% വില കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു. അടുത്ത മാസം മുതൽ 5% വില കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പോൾ 26,000 രൂപ വിലയുള്ള ടെലിവിഷന് അടുത്ത മാസം എത്ര രൂപയായിരിക്കും വില? ഓക്കെ, ഇപ്പൊ 26,000 രൂപയാണ് വില. അടുത്ത മാസം ആവാൻ നേരത്ത് എത്രയായിരിക്കും വില? അപ്പൊ 5% വിലയാണ് കൂട്ടാൻ പോകുന്നത്. അപ്പൊ 26,000ന്റെ 5% നമ്മൾ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് വേയിൽ ചെയ്യുന്നത്? 26,000 × 100 അല്ലെ? 0 ക്യാൻസൽ ചെയ്തു. 260 × 5 എന്ന് വരും. 260 × 5 എന്ന് വരും അല്ലെ? 6 × 3 1300 എന്ന് വരും. 1300 എന്ന് വരും. 26 260 × 5 എന്ന് പറഞ്ഞാൽ 1300 എന്ന് വരും. നമ്മുടെ അടുത്ത് ചോദിച്ചത് എന്താ? 5% അല്ലെങ്കിൽ സംഭാവന. ആ മോഡൽ ക്വസ്റ്റ്യൻ അല്ല ഇത്. ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. എന്താ? 26,000 രൂപ വിലയുള്ള ടെലിവിഷൻ അടുത്ത മാസം എന്ത് വിലയാകുന്ന ചോദിച്ചത്. അപ്പൊ 5% കൂട്ടിയതിന് ശേഷം 26,000ന്റെ കൂടെ അത് ആഡ് ഓൺ ചെയ്യണം അല്ലെ? 26,000 പിന്നെ എത്രയാ? 1300. അപ്പൊ എത്ര ആൻസർ വരും? 27,300. 27,300 രൂപയായിരിക്കും എന്ത്? ടെലിവിഷന്റെ അടുത്ത മാസത്തെ വില. ഓക്കെ, 27,300. ഇനി എളുപ്പവഴി എന്ന് ഞാൻ നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് പറയുന്നതാണ്. അതായത് ഏതാണ് എളുപ്പമായിട്ട് തോന്നുന്നത് അതൊന്ന് ചൂസ് ചെയ്യാം. ഇത് നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതല്ലാതെ നോക്കി, ഇവിടെ 5% എന്നല്ലേ ചോദിച്ചത്. 5% വില കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു അല്ലെ? ഇപ്പൊ 26,000ന്റെ 10% നമുക്കറിയാം എത്രയാ? 2,600 അല്ലെ? 10% 2,600 ആണെങ്കിൽ 5% എത്രയാ? അതിന്റെ പകുതി അല്ലേ? 1,300. ഓക്കെ, അപ്പോൾ 26,000ന്റെ കൂടെ 1,300 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 27,300 കിട്ടും. കിട്ടിയോ? അപ്പൊ നമുക്ക് എന്താ ചെയ്തു നോക്കാതെ തന്നെ മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ 10% 1% ഒക്കെ എടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കി, 26,000ന്റെ 10% എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു സ്ഥാനം മാറ്റി, ഒരു ഡിജിറ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് എടുത്താൽ മതി. അപ്പൊ 2,600 ആണ് 10%. 5% എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി അല്ലേ? 1,300 അല്ലെ? അടുത്ത ദിവസം നോക്കാം. ഒരു കാർ, അതായത് കാർ നിർമ്മിക്കുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ അടുത്ത മാസം മുതൽ 2% വില കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ പറഞ്ഞത്? 5% വില കൂട്ടാൻ തീരുമാനിച്ചു. ഇവിടെ എന്താ? 2% വില കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ 25,000 രൂപ വിലയുള്ള കാറിന് അടുത്ത മാസം മുതൽ എത്രയായിരിക്കും വില? നമ്മൾ ആദ്യം ചെയ്യുന്ന രീതി തന്നെ ഒന്ന് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളപ്പോൾ എന്ത് ചെയ്യുക? ഇത് കാണാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ സെൽഫായിട്ട് ചെയ്ത് നോക്കുക. ഇത് കറക്റ്റാണ് ആൻസർ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ 0 ക്യാൻസൽ ചെയ്തു. 250 × 2 എന്ന് പറഞ്ഞാൽ 500 ആണ്. ഓക്കെ, ഇപ്പൊ 25,000ന്റെ കൂടെ 25,000-ൽ നിന്ന് എത്ര കുറയ്ക്കണം? 500 കുറയ്ക്കണം. അപ്പൊ എത്ര നമുക്ക് വരും? 24,500 ആൻസർ വരും. ഓക്കെ, ഇവിടെ എന്താ? 2% വില കുറയ്ക്കാനാണ് തീരുമാനിച്ചത്. അപ്പൊ 25,000 രൂപയായിരുന്നു വില. 2% നമ്മൾ കുറയ്ക്കാൻ തീരുമാനിച്ചു. 25,000-ന്റെ 2% എന്ന് പറഞ്ഞാൽ 500 ആണ്. 25,000-ൽ നിന്ന് 500 കുറയ്ക്കുമ്പോൾ 24,500 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അതല്ല 2% എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയേ, 25,000 അല്ലെ? 25,000 10% 2,500 അല്ലെ? 1% 250, 1% 250, 2% എന്ന് പറയുമ്പോൾ 500. ഓക്കെ, 500. ഈ 25,000-ൽ നിന്ന് 500 കുറച്ച് കഴിഞ്ഞാൽ 24,500. ക്ലിയർ അല്ലേ? ഓക്കെ, 25,000 അല്ല കേട്ടോ, 2,50,000 ആണ്. 2,50,000. അപ്പൊ നമ്മൾ ചെയ്ത എല്ലാത്തിലും എന്താ? ഒരു 0 എക്സ്ട്രാ വരുന്നുള്ളൂ. ഓക്കെ, ഒരു 0 എക്സ്ട്രാ വരും. നമ്മൾ ചെയ്തത് 25,000 എടുത്തല്ലേ? 25,000 എടുത്താ ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് തോന്നുന്നു? 500, 24,500 ആ രീതിയിൽ പോയി. പക്ഷെ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 2,50,000 ആണ്. അപ്പൊ എന്താ? 500-ന് പകരം എന്താ? 5,000 വരും. അതിന് ചെറിയ വ്യത്യാസമുള്ളൂ, സെയിം തന്നെയാണ്. അപ്പൊ നോക്കാം. ഓക്കെ, 2,50,000 ആണ്. 2,50,000. അതിന്റെ എത്ര ശതമാനം? 2%. 0 ക്യാൻസൽ ചെയ്യും. ബാക്കി എത്രയാ? 2,500 × 2. 2,500 × 2 എന്ന് പറയുമ്പോൾ 5,000 വന്നു. ആദ്യം വന്നത് 500, ഇവിടെ 5,000 വന്നു. ഇനി എന്താ? 2,50,000-ൽ നിന്ന് നമ്മൾ 5,000 മൈനസ് ചെയ്യുക. 5,000 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 2,45,000 ആൻസർ കിട്ടും. 2,45,000. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കമ്പനിയിലെ തൊഴിലാളികൾ 46% പേർ സ്ത്രീകളാണ്. അവിടെ 300 തൊഴിലാളികളാണുള്ളത്. ഇതിൽ സ്ത്രീകൾ എത്ര പേരാണുള്ളത്? ഓക്കെ, ഒരു കമ്പനിയിലെ തൊഴിലാളികളിൽ 46% പേർ എന്താണ്? സ്ത്രീകളാണ്. 46% പേർ സ്ത്രീകളാണ്. അവിടെ മൊത്തം 300 തൊഴിലാളികളാണുള്ളത്. ഓക്കെ, നമ്മൾ ഈ ശതമാന കണക്ക് പറയാൻ നേരത്ത് ടോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും 100% ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്.
ഓക്കെ, ഇപ്പൊ ഇവിടെ 100 തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ 100% എന്ത്? 300. 100% 300. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 46% അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? 300ന്റെ 46% ചെയ്യാ. 300 × 100 46. 0 0 ക്യാൻസലായി. 46 × 3 എന്ന് പറയുമ്പോൾ 138 നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ എത്ര പേര് സ്ത്രീകളാണെന്ന് പറഞ്ഞാൽ 138 സ്ത്രീകളാണുള്ളത്. ഓക്കെ, 300 തൊഴിലാളികളാണ് ടോട്ടലുള്ളത്. അതിൽ 138 പേരെന്താണ്? സ്ത്രീകളാണ്. ക്ലിയർ ആയില്ലേ? 46% സ്ത്രീകളാണ് നമ്മൾ എഴുതി. ആകെ 300 തൊഴിലാളികളാണുള്ളത്. ആകെ എന്ന് പറയാൻ നേരത്ത് ടോട്ടലാണ്. ടോട്ടൽ എന്താ? 100% ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. 100% = 300. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ ചെയ്തു. ഓക്കെ, വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. അത് നമുക്ക് 2 ക്വസ്റ്റ്യൻ കഴിയാൻ നേരത്തെ പറയാട്ടോ. വേറൊരു മെത്തേഡ് കൂടി നമുക്ക് ചെയ്യാം. പെർസെൻറ്റേജ് ഇതേ കണക്ക് നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ്റെ അത് കാണിച്ചു തരാം. ഓക്കെ, 60ന്റെ 20% എത്രയാണ്? 20ന്റെ 60% എത്രയാണ്? ഓക്കെ, 60ന്റെ 20%, 20ന്റെ 60% എപ്പോഴും തുല്യമായിരിക്കും. അതായത് എയുടെ B% ബിയുടെ A% എന്ന് പറഞ്ഞാൽ തുല്യമായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കുക. 60ന്റെ 20% എന്ന് പറയുമ്പോൾ 60 × 100 × 20. ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്തു. ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്തു. 6 × 2 6 × 2 12. ഓക്കെ, 60ന്റെ 20% എന്ന് പറഞ്ഞാൽ 12. ഇനി 20ന്റെ 60% എന്ന് പറയുമ്പോൾ 20 × 100 × 60. 0 0 ക്യാൻസൽ ചെയ്തു. ഈ 0 ഈ 0 ക്യാൻസൽ ചെയ്തു. 2 × 6 2 × 6 എന്ന് പറയുമ്പോൾ 12. രണ്ടും ഈക്വൽ അല്ലേ? 60ന്റെ 20% എത്രയാ? 12 ആണ്. 20ന്റെ 60% എത്രയാണ്? 12 ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് എ എന്നുള്ള ഒരു സംഖ്യയുടെ B% ഈക്വൽ ടു ബി എന്നുള്ള ഒരു സംഖ്യയുടെ A% ഈക്വൽ ആയിരിക്കും. എ എന്നുള്ള ഒരു സംഖ്യയുടെ B% ഈസ് ഈക്വൽ ടു ബി എന്നുള്ള ഒരു സംഖ്യയുടെ A% ഈക്വൽ ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വണ്ടിത്താവളത്തിൽ ആകെ 480 വാഹനങ്ങളുണ്ട്. ഒരു വണ്ടിത്താവളത്തിൽ ആകെ 480 വാഹനങ്ങളുണ്ട്. ഇതിൽ 45% മോട്ടോർ സൈക്കിളുകളും അല്ലെ? 45% മോട്ടോർ സൈക്കിളാണ്. ഓക്കെ, മോട്ടോർ സൈക്കിൾ ബൈക്കിൽ നിന്ന് എഴുതാം. 40% കാറുകളുമാണ്. 40% എന്താണ്? കാറുകളുമാണ്. ബാക്കിയുള്ളവ മിനി ബസ്സുമാണ്. എങ്കിൽ എത്ര മിനി ബസ്സുകളാണ് ഇവിടെ ഉള്ളത്? മൊത്തം എത്രയാ? 480 ആണുള്ളത്. 480 എന്ന് പറഞ്ഞാൽ എന്താ? 100% ആണെന്ത്? 480. ഞാൻ പറഞ്ഞു മൊത്തം എന്ന് പറഞ്ഞാൽ 100% ആണ്. ഇവിടെ മൊത്തം ആകെ 480 വാഹനങ്ങളാണുള്ളത്. അപ്പോൾ അതെന്താണ്? അത് 100% അല്ലെ? നമ്മളടുത്ത് 45% ബൈക്ക് എന്ന് പറഞ്ഞു, അതായത് മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞു. 40% കാർ എന്ന് പറഞ്ഞു. അപ്പൊ ടോട്ടല് 85% എന്താ? ബൈക്കോ കാറോ ആണ്. 85% ബൈക്കോ കാറോ ആണ്. ബാക്കി 100%ത്തിൽ നിന്ന് 85 പോയാൽ ബാക്കി 15% മാത്രമാണ് എന്ത്? മിനി ബസ് ഉള്ളൂ. ക്ലിയർ അല്ലേ? 45% മോട്ടോർ സൈക്കിളും 40% കാറും ആണെങ്കിൽ അല്ലെ, ടോട്ടൽ 85% ബൈക്കോ കാറോ ആയിരിക്കും. ബാക്കി 100ൽ നിന്ന് 85 മൈനസ് ചെയ്താൽ ബാക്കി 15% മാത്രമാണ് എന്ത്? മിനി ബസ് ഉള്ളത്. 480ന്റെ 15% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മിനി ബസ് ഉണ്ടെന്ന് കിട്ടും അല്ലെ? 0 0 ക്യാൻസൽ ചെയ്തു. 10നെ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. 5 × 2 10. 15നെ അതുപോലെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. 5 × 3 15. 48 2 ക്യാൻസൽ ചെയ്യാം. 24 വരും. 24 × 3 72. ഓക്കെ, എത്ര മിനി ബസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 72 മിനി ബസ്സുകളാണ് ഉള്ളത്. ഓക്കെ, 72 മിനി ബസ്സുകളാണ് ഉള്ളത്. കിട്ടിയില്ലേ? ടോട്ടൽ എന്ന് പറഞ്ഞാൽ 480 വാഹനങ്ങളാണ്. 480 വാഹനം എന്ന് പറഞ്ഞാൽ 100%. 45 മോട്ടോർ സൈക്കിളും 40 കാറുകളും. മൊത്തം 85 എന്ത്? മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ കാറുണ്ട്. ബാക്കി 15% മാത്രമാണ് ഇത് മിനി ബസ് ഉള്ളത്. 480ന്റെ 15% ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു ചതുരം, സമചതുരം എന്ന് പറഞ്ഞില്ല, ചതുരത്തിന്റെ നീളവും വീതിയും 10% വെച്ച് കൂട്ടി വലിയൊരു സമചതുരമാക്കിയാൽ പരപ്പളവ് എത്ര ശതമാനം കൂടി? ഇതേ മോഡൽ ക്വസ്റ്റ്യൻ വരാൻ നേരത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നീളം x ആണെങ്കിൽ വീതി y ആണെങ്കിൽ, ഇതിവിടെ രണ്ട് കൂടി എന്നല്ലേ പറഞ്ഞത്? കൂടി എന്ന് പറയാൻ നേരത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ഇക്വേഷൻ x + y + xy / 100%. x + y + xy / 100%. ഈ ഒരു ഫോർമാറ്റിൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇവിടെ x y എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്, 10% തന്നെയാണ്. രണ്ടും 10% തന്നെയാണ്. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും ഇവിടെ 10% തന്നെയാണ്. അപ്പൊ എന്താ? 10 + 10 + 2 × 10 × 10 2 × 10 × 10 ഡിവൈഡ് ബൈ 100.
അത്രയും ശതമാനമായിരിക്കും പരപ്പളവ് കൂടിയിട്ടുണ്ടാവുക. ഓക്കെ, ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 10% വെച്ച് കൂടി ഒരു വലിയ സമചതുരമാക്കിയെങ്കിൽ പരപ്പളവ് എത്ര ശതമാനം കൂടി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100% കൂടി. എക്സ് എന്ന് പറഞ്ഞാലും വൈ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ 10 + 10 എന്ന് പറഞ്ഞാൽ 20 പ്ലസ് ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, പ്ലസ് 2 വന്നു. സോറി, 2 അല്ല, 1 വന്നു അല്ലേ. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 ആണ് അല്ലേ. എക്സ് വൈ എന്ന് പറഞ്ഞാൽ 10 × 10 ആണ്, 2 ഇല്ല കേട്ടോ അവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 + 1 21% എന്ന് കിട്ടും. അപ്പോൾ പരപ്പളവ് എത്ര ശതമാനം കൂടി എന്ന് പറഞ്ഞാൽ 21% കൂടിയത്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്, വൈ എന്ന് പറഞ്ഞാൽ 10 ആണ്. എക്സ് വൈ എന്ന് പറയാൻ നേരത്ത് 10 × 10. ഓക്കെ, 10 × 10 ആണ്, ഡിവൈഡ് ബൈ 100. അപ്പോൾ 0 0 ക്യാൻസൽ ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ പ്ലസിന് ശേഷമുള്ളതിൽ 1 കിട്ടും. ഈ ഇവിടെ 10 കൂട്ടാൻ നേരത്ത് 20 കിട്ടും. 20 1 കൂട്ടുമ്പോൾ 21% ആണ് പരപ്പളവ് കൂടിയത്. ഓക്കെ, ഇവിടെ നോക്കി, ഒരു സംഖ്യ ആദ്യം എക്സ് ശതമാനം കൂട്ടുകയും തുടർന്ന് വൈ ശതമാനം കൂടുകയും ചെയ്താൽ ആ സംഖ്യയിൽ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100% വർധനയുണ്ടാവും. ഇവിടെ അങ്ങനെയല്ലേ ചെയ്തത്? ഒരു സമചതുരത്തിന്റെ നീളവും വീതിയും 10% വെച്ച് കൂടി. ഓക്കെ, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 വർധനവുണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരത്തിന്റെ നീളം, ഈ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരു ചതുരത്തിന്റെ നീളം 10% കൂട്ടുകയും വീതി 10% കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവിൽ ഉണ്ടാകുന്ന മാറ്റം എന്ത്? കൂടുകയാണെങ്കിൽ നമ്മൾ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 പറയെങ്കിൽ, കുറയ്ക്കുകയാണെങ്കിൽ എക്സ് മൈനസ് വൈ മൈനസ് എക്സ് വൈ ബൈ 100% ആയിരിക്കും വ്യത്യാസം വരിക. ഓക്കെ, ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 10. ഇവിടെ 10% കൂട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എക്സിന്റെ ഇവിടെ പോസിറ്റീവ് സൈൻ വന്നത്. ഓക്കെ, 10% കുറയ്ക്കുന്നു പറയുമ്പോൾ വൈയുടെ ഇവിടെ നെഗറ്റീവ് സൈൻ വന്നു. ഇനി ഇത് രണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്തെ എന്ത് വരും? അല്ലെ, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും തമ്മിൽ നമ്മൾ ഗുണിക്കാൻ നേരത്തെ എന്ത് വരും? നെഗറ്റീവ് സൈൻ വരും. അതാണ് ഇവിടെ എക്സ് മൈനസ് വൈ മൈനസ് എക്സ് വൈ ബൈ 100 വന്നത്. ഓക്കെ, ഇവിടെയാണെങ്കിലോ, ഇവിടെ എന്താ? ആദ്യം കൂട്ടി പിന്നെയും കൂട്ടി. അപ്പോൾ രണ്ട് സ്ഥലത്തും എല്ലാ സ്ഥലത്തും പോസിറ്റീവ് സൈൻ വരും. ഇവിടെയാണെങ്കിൽ ആദ്യം കൂട്ടി പിന്നെ കുറച്ചു. ആദ്യം കൂട്ടും എന്ന് പറയുമ്പോൾ എക്സിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് പോസിറ്റീവ് സൈനാണ് അല്ലേ, അവിടെ നെഗറ്റീവ് ഇല്ലല്ലോ. അപ്പോൾ 10. ഇനി എന്താ? 10% കുറച്ചു. 10% കുറച്ചു എന്ന് പറയുമ്പോൾ വൈ എക്സ് വൈ എന്ന് പറയുമ്പോൾ 10 × 10 ഡിവൈഡ് ബൈ 100. ഈ 0 ഈ 0 ഈ 0 ഈ 0 ക്യാൻസൽ ചെയ്യും. 10 ൽ നിന്ന് 10 പോയി കഴിഞ്ഞാൽ 0. -1 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. -1% എന്ന് പറഞ്ഞാൽ 1% ഇവിടെ കുറവാണ് ഉണ്ടായത്. ഓക്കെ, 1%. മൈനസ് സൈൻ സൂചിപ്പിക്കുന്നത് എന്താ? കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, 1% കുറവാണ് ഉണ്ടായത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യ ആദ്യം എക്സ് ശതമാനം കൂടുകയും തുടർന്ന് വൈ ശതമാനം കുറയുകയും ചെയ്താൽ ആ സംഖ്യയിൽ എക്സ് മൈനസ് വൈ മൈനസ് എക്സ് വൈ ബൈ 100% മാറ്റമുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഭിന്നസംഖ്യകളുടെ കാര്യങ്ങൾ നോക്കാം. അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, ഒന്ന് കേട്ടിരിക്കുക. നമുക്കറിയാം 50% എന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു 10% എന്ന് പറഞ്ഞാൽ 10/100 ആണ് അല്ലെ, 10/100 ആണ്, 10/100 ആണ്. അപ്പോൾ 50% എന്ന് പറയുമ്പോൾ 50/100 ആയിരിക്കും അല്ലെ, 50/100 ആയിരിക്കും. 50/100 നമുക്ക് ചെറുതാക്കാലോ അല്ലെ. ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്യുക. 5/10 എന്ന് പറയാൻ നേരത്ത് എത്രയാ? 1/2 ഭാഗമാണ്. അതുപോലെ 10% എന്ന് പറഞ്ഞാൽ 10/100 1/10 ഭാഗമാണ്. 75% എന്ന് പറഞ്ഞാൽ 75/100 3/10 ഭാഗമാണ് ഇല്ലേ. 75/100 എങ്ങനെ 3/10 എത്തിച്ചേ? 75/100 എന്ന് പറഞ്ഞാൽ 3/10 ഭാഗമല്ല, 3/4 ഭാഗമാണ്. 3/4 ഭാഗം എററുണ്ട്. ഓക്കെ, 75/100 എന്ന് പറഞ്ഞാൽ 3/4 ഭാഗം. 75നെ നമുക്ക് 25 വെച്ച് ഡിവൈഡ് ചെയ്താൽ, അതായത് 25 3 ആണ് 75. അതുപോലെ 25 4 ആണ് 100. ഓക്കെ, അപ്പോൾ മുക്കാ ഭാഗമാണ് അല്ലേ. 100ൽ 75 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുക്കാ ഭാഗമാണ്. ഇനി 25% എന്ന് പറഞ്ഞാൽ 25/100 4/1 ഭാഗമാണ്, കാ ഭാഗമാണ്. 30% എന്ന് പറഞ്ഞാൽ 30/100 3/10% ആണ്. ഇവിടെ 0യും ക്യാൻസൽ ചെയ്താൽ 3/10 കിട്ടും. 125% എന്ന് പറഞ്ഞാലോ 125/100 അതെത്രയാ? 5/4. 5/4 എന്ന് പറഞ്ഞാൽ 1 4 മടങ്ങ് കൂടുതലാണ്. 200% എന്ന് പറഞ്ഞാൽ 200/100 2 മടങ്ങ് കൂടുതലാണ്. അതായത് ഒന്നിൽ കുറവായവ ഭാഗമായിട്ടും ഒന്നിൽ കൂടിയവ മടങ്ങായിട്ടും നമ്മൾ എഴുതുന്നു. ക്ലിയർ ആയില്ലേ? ഇവിടെ ഒന്നിൽ താഴെയാണെങ്കിൽ നമ്മൾ എന്താ ഈ സാധാരണ ഭിന്നത്തിൽ എഴുതുക. 2-1 10-1 അല്ലെ, 4-3 4-1 10-3 ഭാഗങ്ങളായിട്ട് എഴുതുന്നത്. ഇവിടേക്ക് എന്താ 100ൽ താഴെയാണ് നമ്മൾ ശതമാനം പറഞ്ഞത്. 100ന് മുകളിൽ ശതമാനം പറഞ്ഞത് 125ഉം 200ഉം ആണ് അല്ലെ. 125ഉം 200 എന്ന് പറഞ്ഞാൽ 100ന് മുകളിലാണ്. അപ്പൊ എന്താ നമുക്ക് മടങ്ങ് പറയേണ്ടി വരും അല്ലെ, ഭാഗം പറയാൻ പറ്റില്ല. കാരണം ഒന്നോ അതിൽ കൂടുതലോ ആയിരിക്കും എന്ത് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇവിടെ നോക്കി 1 4 മടങ്ങ്, ഇവിടെ 1ന് മുകളിലല്ലേ 2 മടങ്ങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
750 കുട്ടികളുള്ള ഒരു സ്കൂളിൽ 450 പെൺകുട്ടികളുണ്ട്. മൊത്തം 750 കുട്ടികളാണുള്ളത്. അതിൽ 480 പെൺകുട്ടികളുണ്ട്. ആകെ കുട്ടികളുടെ എത്ര ശതമാനമാണ് പെൺകുട്ടികൾ? ആകെ കുട്ടികളുടെ എത്ര ശതമാനമാണ് പെൺകുട്ടികൾ? 480 ആണ് പെൺകുട്ടികളുള്ളത്. ആകെ 780 കുട്ടികളുണ്ട്. എത്ര ശതമാനം എന്ന് പറഞ്ഞാൽ 780-ൽ 480 × 100 അത്രേ ഉള്ളൂ. ടോട്ടൽ എത്രയാ? 780 ആണ്. എത്രയാണ് പെൺകുട്ടികളുടെ എണ്ണം? 480 അല്ലേ? ശതമാനം കാണാൻ ഇൻറ്റു 100 ചെയ്യുക. 0 0 ക്യാൻസൽ ചെയ്യുക. 25 3 ആണ് 75, 25 4 ആണ് എന്ത് 100. ഓക്കെ, 15 3 ആണ് 45, 15 × 4 60. ഓക്കെ, 60% ഇത് പെൺകുട്ടികൾ. 60% പെൺകുട്ടികൾ. ഈ വെട്ടി കുറച്ച് മനസ്സിലാവാത്തവരൊന്നും കൂടി ശ്രദ്ധിക്കുക. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഈ 480 പെൺകുട്ടികളാണുള്ളത്. എത്രയല്ലേ? 780 അല്ലേ? 100. ഈ 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? വേണമെങ്കിൽ 5 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 5 വെച്ച് 5 × 2 10. ഇവിടെയോ 1 5 5, ബാക്കി 25 വരും 15. ഓക്കെ, ഇനി 15 3 ആണെന്ന് 45. 15ഉം 45 ക്യാൻസൽ ചെയ്തു. 15 3 ആണ് 45. ഇവിടെ ഒരു 0 കൂടിയാണ്. 30 × 2 60. ഓക്കെ, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വെട്ടി കുറയ്ക്കും. വെട്ടി കുറയ്ക്കാൻ ടഫായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഗുണിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഗുണിച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വെട്ടി ചെറുതാക്കാൻ പറ്റാവുന്ന മാക്സിമം വെട്ടി ചെറുതാക്കുക. അതിനുശേഷം ഗുണിച്ച് ഹരിച്ച് നോക്കാം. അടുത്ത് നോക്കാം. പക്ഷെ നമ്മളുണ്ടല്ലോ ഏതൊരു മാത്സ് ചെയ്യാൻ നേരത്തെ ഏതൊരു കണക്കും ഇതുപോലെ ചെറുതായിട്ട് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെയൊക്കെ കോമൺ ഫാക്ടർ 5 വെച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ അത്രയാ 2 വെച്ച് ചെയ്യാം, 3 വെച്ച് ചെയ്യാം. ഓക്കെ, ഒരു സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം 10% കൂട്ടി വലിയ സമചതുരമാക്കിയാൽ പരപ്പളവ് എത്ര ശതമാനം കൂടും? ഓക്കെ, ഒരു സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം 10% കൂട്ടി വലിയ ഒരു സമചതുരമാക്കി പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ? വിസ്തീർണമാണ് അല്ലെ? ഏരിയയാണ് വിസ്തീർണം. പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. ഏരിയ എത്ര ശതമാനം കൂടുന്നതാണ് ചോദിച്ചത്. വിസ്തീർണം അഥവാ പരപ്പളവ് എത്ര ശതമാനം കൂടുന്നു പറഞ്ഞാൽ 2x + x² കൂടും. 2x + x² കൂടും. 2x+ കണ്ടോ? ത്രികോണം, ചതുരം, സമചതുരം, വൃത്തം തുടങ്ങിയ ദ്വിമാന രൂപങ്ങളുടെ ഒരു വശം, വൃത്തത്തിന്റെ ആണെങ്കിൽ വശമല്ല, വൃത്തത്തിന്റെ ആണെങ്കിൽ ആരം അല്ലെങ്കിൽ വ്യാസമായിരിക്കും അല്ലെ? ആരം അല്ലെങ്കിൽ വ്യാസമായിരിക്കും. അത് x% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിന്റെ വർദ്ധനവിന്റെ ശതമാനം 2x + x² ആയിരിക്കും അല്ലെ? ഇവിടെ നമ്മുടെ അടുത്ത് പറയുന്നത് എന്താ? സമചതുരാണ്. അപ്പൊ അതിന്റെ നീളം 10% കൂട്ടി എന്ന് പറയുമ്പോൾ പരപ്പളവ് എത്ര? 2x + x² കൂടും. 2 × x എന്ന് പറഞ്ഞാൽ എത്രയാ? 10 ആണ്. 2 × 10 + 10² 10² എന്ന് പറഞ്ഞാൽ എത്രയാ? 100 ആണ്. 100/100 അത്രയും പെർസെന്റേജ് കൂടി അല്ലെ? 2 × 10 എന്ന് പറഞ്ഞാൽ 20. 100/100 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ എത്ര? 21% ഇവിടെ കൂടിയത്. 21% കൂടി. സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം 10% കൂട്ടിയാൽ പരപ്പളവ് 21% ഇൻക്രീസ് ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിജയന്റെ ശമ്പളത്തിന്റെ 25% അജയന്റെ ശമ്പളം. അജയന്റെ ശമ്പളത്തിന്റെ എത്ര ശതമാനം കുറവാണ് വിജയന്റെ ശമ്പളം? ഓക്കെ, വിജയന്റെ ശമ്പളത്തിന്റെ 25% കൂടുതലാണ് അജയന്റെ ശമ്പളം. അജയന്റെ ശമ്പളത്തിന്റെ എത്ര ശതമാനം കുറവാണ് വിജയന്റെ ശമ്പളം? ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു കാര്യം നോക്കുക. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തെക്കാൾ x% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തിനേക്കാൾ x/100 + x × 100% കുറവായിരിക്കും. എങ്ങനെ? എയുടെ വരുമാനം ബിയുടെ വരുമാനത്തെക്കാൾ x% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തെക്കാൾ x/100 + x% കുറവായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കി, വിജയന്റെ ശമ്പളത്തെക്കാൾ ഇവിടെ x എന്ന് പറഞ്ഞാൽ 25 ആണ്. 25% x. ഓക്കെ, 25% കൂടുതലാണ് അജയന്റെ ശമ്പളമെങ്കിൽ അജയന്റെ ശമ്പളം എത്ര ശതമാനം കുറവാണ് വിജയന്റെ ശമ്പളം? നമ്മൾ എന്താ പറഞ്ഞത്? x/100 + x% കുറവായിരിക്കുന്ന പറഞ്ഞു. അപ്പൊ 25/100 + 25 എന്ന് പറയുമ്പോൾ 125. 125 × 100 അല്ലെ? × 100% കുറവായിരിക്കും. × 100% കുറവായിരിക്കും. അപ്പൊ × 100 ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് വരും? 25 × 25 1, 25 × 5 125. 100/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100/5 എന്ന് പറഞ്ഞാൽ 20% കുറവായിരിക്കും. വിജയന്റെ ശമ്പളത്തിന്റെ 25% കൂടുതലാണ് അജയന്റെ ശമ്പളം. അജയന്റെ ശമ്പളത്തിന്റെ 20% കുറവായിരിക്കും അപ്പോൾ വിജയന്റെ ശമ്പളം. അജയന്റെ ശമ്പളത്തിന്റെ 20% കുറവായിരിക്കും വിജയന്റെ ശമ്പളം.
ഓക്കെ, കിട്ടിയില്ലേ? ഇതൊന്ന് ഓർത്തിരിക്കണേ. ഈ ഒരു ഇക്വേഷൻ ഒന്ന് ബൈഹാർട്ട് ചെയ്യണം, ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 20ന്റെ 40% 50ന്റെ 30% കൂട്ടിയാൽ ഏത് സംഖ്യയുടെ 50% കിട്ടും? നമ്മൾ ഓരോന്നിൻ്റെയും ശതമാനം ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഓക്കെ, 20ന്റെ 40%, 20 × 100ൽ 40, അതിനോട് കൂടി 50ന്റെ 30%, 50ന്റെ 30% കൂട്ടിയാൽ ഏത് സംഖ്യയുടെ 50% കിട്ടും? ഏത് സംഖ്യയുടെ 50% കിട്ടും? ഞാൻ ഈ എഴുതിയിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാവർക്കും ക്ലിയർ ആയോ? അതായത് നോക്കി, 20ന്റെ 40% എന്ന് പറയുമ്പോൾ 20 × 40, 100ൽ 40 എഴുതി, 50ന്റെ 30% കൂട്ടിയാൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ പ്ലസ് 50ന്റെ 30% എഴുതി. ഏത് സംഖ്യയുടെ 50% കിട്ടുന്നതാണ് ചോദിച്ചത്. ഏത് സംഖ്യയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ, അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എക്സ് ആയിട്ട് ചൂസ് ചെയ്തു. എക്സിന്റെ 50% എന്ന് പറയുമ്പോൾ 100ൽ 50. ഓക്കെ, ഇത് ചെയ്യാൻ നേരത്തെ നമുക്ക് എന്താ ആൻസർ കിട്ടും? ചെറുതാക്കാം ഇതെല്ലാം. 0യും 0യും ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് ചെയ്യുമ്പോൾ 2 × 4 8 എന്ന് കിട്ടി. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0. 5 × 3 എന്ന് പറഞ്ഞാൽ 15 കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു 0, ഇവിടെ ഒരു 0. 5/10 എന്ന് പറഞ്ഞാൽ എത്രയാ? 5/10 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 5/10 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x × 1/2 എന്ന് കിട്ടി. 15 8 23. 23 = x × 1/2 അല്ലേ? എക്സിനെ ഞാൻ അവിടെ നിർത്തിയിട്ട് 1/2 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വരും? 23 × 2 = x എന്ന് വരും. അപ്പോൾ എത്ര? x = 46 നമുക്ക് ആൻസർ കിട്ടും. 23 × 2 അല്ലേ? ഇവിടെ എന്താ? × 1/2 ആണ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലേ? ഓക്കെ, ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ 23 × 2 ആവും. x × 1 ആവും. x × 1. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്ത് എഴുതാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 20ന്റെ 40% എന്ന് പറയുമ്പോൾ 20 × 40/100. അതുപോലെ തന്നെ അതിനോട് എന്ത് കൂട്ടി? 50ന്റെ 30%. 50ന്റെ 30% എന്ന് പറയുമ്പോൾ 50 × 100ൽ 30 അല്ലേ? അത് കൂട്ടി. ഏത് സംഖ്യയുടെ 50% എന്ന് ചോദിച്ചത്? അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ = എക്സിന്റെ 50%. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 23% 69 ആണെങ്കിൽ സംഖ്യ എത്ര? ഞാൻ പറഞ്ഞു വേറൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സംഖ്യ നമുക്കറിയില്ലല്ലോ. സംഖ്യ 23% 69 ആയാൽ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. സംഖ്യ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എപ്പോഴും ടോട്ടൽ ആയിരിക്കും അല്ലേ? അപ്പോൾ 100% നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അത് എക്സ് ആയിട്ട് എടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരും? 23 × x, 23 × x = 69 × 100 എന്ന് വരും. 69 × 100. x = 69 × 100 / 23. 23 × 3 ആണ് എന്താ? 69. 3 × 100 എന്ന് പറഞ്ഞാൽ 300 ആൻസർ വരും. ഓക്കെ, നമ്മുടെ സംഖ്യ എത്രയാണ്? 300. 300ന്റെ 23% എന്ത്? 69. 300ന്റെ 23% 69. ഒന്നുകൂടി പറയാം. ഒരു സംഖ്യയുടെ 23% 69 ആണെങ്കിൽ സംഖ്യ ഏതാണ്? അപ്പോൾ 23% 69 എന്ന് എടുത്തെഴുതി. സംഖ്യ എന്ന് പറഞ്ഞാൽ 100% നമുക്കറിയില്ല. എക്സ് ഇട്ട് കൊടുത്തു, ക്രോസ് ആയിട്ട് ഗുണിച്ചു. 23 × x 23x. 69 × 100 എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എഴുതി. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. 69 × 100 / 23 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 300 ആൻസർ കിട്ടും. ഓക്കെ, അതല്ല നമ്മളല്ലാത്ത രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെയാണ്? ഒരു സംഖ്യ നമുക്കറിയില്ല. എക്സിന്റെ 23%. 23% എന്ന് പറയുമ്പോൾ 100ൽ 23. അതിൻ്റെ എത്രയാ? അത് 69 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ സംഖ്യ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതും എങ്ങനെ ചെയ്യാം? ഇവിടെ എക്സ് നിർത്തുക, ഈ 100നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നേരത്ത്, അതായത് 23/100 ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകാൻ നേരത്തെ എന്താവും? 100/23 ആവും അല്ലെ? 100/23 ആവും. തന്നിരിക്കുന്നതിൻ്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കുക എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാം? ചെറുതാക്കാൻ നേരത്ത് സെയിം ആൻസർ തന്നെ കിട്ടും. 300 തന്നെ ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ഒരു സംഖ്യയുടെ 10%. ഓക്കെ, ഒരു സംഖ്യയുടെ 10% 1.5 ആണ്. സംഖ്യ എത്ര? 100% കണ്ടുപിടിക്കേണ്ടത്. 100%. ഒരു സംഖ്യയുടെ 10% 1.5 ആണെങ്കിൽ 100% എത്രയായിരിക്കും? 15 ആയിരിക്കും അല്ലേ? എക്സ് എടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എക്സ് എടുത്ത് കാണിച്ചു തരാം. ക്രോസ് ചെയ്തു. അപ്പോൾ 10 × x എന്ന് പറഞ്ഞാൽ എത്രയാ? 1.5 × 100 ആണ്. 1.5 × 100. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1.5 × 100 / 10 ആയിരിക്കും. 0 ക്യാൻസൽ ചെയ്തു. 1.5 × 10 എന്ന് വന്നു. 1.5 × 10 എന്ന് പറഞ്ഞാൽ 15 ആയിരിക്കും. ക്ലിയർ ആയോ? ഞാൻ ആദ്യം തന്നെ 10% 1.5 ആണെങ്കിൽ 100% 15 എന്ന് പറയാൻ കാരണം എന്താ? ശ്രദ്ധിച്ച പിള്ളേരെ, ഈ 10% 1.5 ആണെങ്കിൽ 10 × 10 ആണ് എന്ത്? 100% ആവുക അല്ലേ? അപ്പോൾ 1.5 × 10 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 15 ആയിരിക്കും. 1.5 × 10 എന്ന് പറഞ്ഞാൽ
ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ആൻസർ ക്ലിയർ ആക്കി തരാം. ഇനി അടുത്തത്, കണ്ണൻ്റെ കയ്യിൽ 600 രൂപയുണ്ട്. കണ്ണൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 600 രൂപയുണ്ട്. അതിൽ 50% തോമസിന് കൊടുത്തു. അപ്പോൾ നോക്കി, 600 രൂപ കണ്ണൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ 50% എന്ന് പറയുമ്പോൾ എത്രയാണ്? 50%. അതിൻ്റെ പകുതിയല്ലേ? 300 രൂപ ആർക്ക് കൊടുത്തു? 300 രൂപ. 600 രൂപയിൽ 300 രൂപ ആർക്ക് കൊടുത്തു? തോമസിന് കൊടുത്തു. തോമസിന്. ഓക്കെ, തോമസിന് കിട്ടിയതിൻ്റെ 33.1% ഹംസയ്ക്ക് കൊടുത്തു. തോമസിന് കിട്ടിയതിൻ്റെ 33.1% ഹംസയ്ക്ക് കൊടുത്തു. എത്ര രൂപയാണ് ഹംസയ്ക്ക് കിട്ടിയത്? അപ്പോൾ 300ന്റെ 33.1 നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? 33.1 എന്ന് പറഞ്ഞാൽ അതൊരു മിശ്രഭിന്നമാണ്. അതിനെ നമുക്ക് വിഷമഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യും അല്ലെ? ഈ പൂർണ്ണസംഖ്യയും ഛേദവും തമ്മിൽ ഗുണിക്കാം. 33 ഗുണിച്ച് കഴിഞ്ഞാൽ 99 കിട്ടി, +1/3 അല്ലെ? 100/3 ആണ് അത് അതിന്റെ വിഷമഭിന്നം എന്ന് പറഞ്ഞാൽ. 33.1% എന്ന് പറഞ്ഞാൽ 100/3% ആണ്. നമുക്ക് തോമസിന് എത്ര കിട്ടിയെന്ന് നമുക്കറിയാം, 50%. 300 രൂപ തോമസിന് കിട്ടിയത്. അപ്പം 300ന്റെ എത്ര? 100/3% കാണുക. 300ന്റെ 100/3% നമ്മൾ കാണുക. 100/3 × 100. ഓക്കെ, 100/3 × 1/100. ഓക്കെ, പെർസെൻറ്റേജ് അല്ലേ കാണേണ്ടത്? 100/3 × 1/100. അപ്പോൾ 0 ക്യാൻസലായി. 300 ഡിവൈഡ് ബൈ 3 എന്ന് വരും, അല്ലെങ്കിൽ 300 × 1/3 എന്ന് വരും. 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 100 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഹംസയ്ക്ക് കിട്ടിയത് 100 ആണ്. ഓക്കെ, ഒന്നുകൂടി പറയണോ? കണ്ണൻ്റെ കയ്യിൽ 600 രൂപയുണ്ട്. കണ്ണൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 600 രൂപയുണ്ട്. അതിൽ 50% തോമസിന് കൊടുത്തു. 50% തോമസിന് കൊടുത്തു. തോമസിന് 50% കൊടുത്തു എന്ന് പറയുമ്പോൾ 600ന്റെ 50% കാണുക. 600ന്റെ 50% എന്ന് പറയുമ്പോൾ അതിന്റെ പകുതിയാണ്. 300 രൂപയാണ് തോമസിന് കൊടുത്തത്. ഈ 300ന്റെ 33.1% നമ്മൾ കണ്ടാൽ മതി അല്ലേ? 33.1% എന്ന് പറയുമ്പോൾ നോക്കി, പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ 33.1 ഡിവൈഡ് ബൈ 100. പെർസെൻറ്റേജ് സൈൻ മാറ്റാൻ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെ? 33.1 നമ്മൾ എന്ത് ചെയ്തു? വിഷമഭിന്നത്തിലേക്ക് മാറ്റി. അപ്പൊ 100/3 100/3 × 100 തന്നു. ഈ 100/3 ഡിവൈഡ് ബൈ 100നെയാണ് ഞാൻ ഇവിടെ 100/3 × 1/100 എന്ന് എഴുതിയത്. ക്ലിയർ ആയോ? 100/3 × 1/100. അതായത് എന്താ? 100/3 വിക്രമം കൊണ്ട് വിളിക്കണ്ടേ? 100/3 × 1/100 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് എവിടെ നിന്ന് വന്നു? ഇതിൽ നിന്ന് വന്നു. ഓക്കെ, 33.1% എന്ന് പറയാം. 33.1 ഡിവൈഡ് ബൈ 100 അല്ലേ? 33.1 നമുക്ക് എന്താ വിഷമഭിന്നത്തിലേക്കാകാം? 100/3 അല്ലേ? 100/3 ഡിവൈഡ് ബൈ 100. 100/3 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 100/3 × 1/100 ആണ്. ഓക്കെ, × 1/100 ആണ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഇതെല്ലാം നമ്മൾ എഴുതുന്ന SCERT NCERTയിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. SCERT ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സ്കൂളിലെ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാം കണക്ക് പരീക്ഷയിൽ വിജയിച്ചു. ഗ്രേഡ് സംബന്ധിച്ച ചില വിവരങ്ങൾ പട്ടികയായിട്ട് ചുവടെ കൊടുക്കുന്നു. പട്ടികയിൽ വിട്ട കളങ്ങൾ പൂർത്തീകരിക്കുക. ABCD ഗ്രേഡുകളുണ്ട്. ശതമാനം 40%, 30%, 25% രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളുടെ എണ്ണം ഇവിടെ 9 മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് പൂരിപ്പിക്കണം അല്ലേ? അതെങ്ങനെ ചെയ്യുക നോക്കി. മൊത്തം കുട്ടികളുടെ വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശതമാനത്തിൽ 40, 30, 70, 70, 20, 90, 95% മാത്രമാണ് എന്ത് ശതമാനമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. 40, 30, 70, 70, 20, 90, 95% രേഖപ്പെടുത്തിയിട്ടുള്ളൂ. മൊത്തം നമുക്ക് എത്ര വേണം? 100% വേണം. 100% വേണം. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 5%. ഇവിടെ എത്രയാണ്? 5%. 5% എന്ത്? 9 എന്ന് പറയുന്നത്. 5% 9 എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര പിള്ളേരുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? 5% 9. അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? X ഇട്ട് കൊടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ വേറെ അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ 5x = 9 × 100 എന്ന് എഴുതാം. x = 9 × 100 ഡിവൈഡ് ബൈ 5 അല്ലേ? 25 ആണ് 100. 20 × 9 എന്ന് പറഞ്ഞാൽ 180. 1800 ആണെന്ത് ടോട്ടൽ സ്റ്റുഡൻസ് ഉള്ളത്. ഓക്കെ, 1800 ആണ് ടോട്ടൽ സ്റ്റുഡൻസ് ഉള്ളത്. 1800 അല്ല, 180 ആണ് ടോട്ടൽ സ്റ്റുഡൻസ് ഉള്ളത്. 180 ആണ് ടോട്ടൽ സ്റ്റുഡൻസ് ഉള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 40%, 30%, 20% ഒക്കെ കണ്ടുപിടിക്കണം. മൊത്തം സ്റ്റുഡൻസ് 180 ആണ്. മൊത്തം സ്റ്റുഡൻസ് 180 ആണ്. 100% എന്ന് പറഞ്ഞാൽ 180. ബാക്കിയുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. 40% എന്ന് പറയുമ്പോൾ 180ന്റെ 100 40. 0 ക്യാൻസൽ ചെയ്തു. ഇവിടെ 0 ക്യാൻസൽ ചെയ്തു. 18 4 18 3 18 2 36. 18 4 എന്ന് പറയുമ്പോൾ 72. ഓക്കെ, 72 ആണ്
40% എന്ന് പറഞ്ഞാൽ 72 40%. 30% എന്ന് പറഞ്ഞാലോ 180ന്റെ 30% കാണുക 100ൽ 30 അല്ലേ? 0 ക്യാൻസൽ ചെയ്തു, ഇവിടുത്തെ 0യും ഇവിടുത്തെ 0യും. 18 × 3 എത്ര? 18 × 3 54. 18 × 3 54. 30% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 54 ആയിരിക്കും. 25% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 180ന്റെ 25%. 180ന്റെ 25% എന്ന് പറഞ്ഞാൽ 180 × 100ൽ 25. 0 ക്യാൻസൽ ചെയ്തു അല്ലേ? 25 5 25 അല്ലേ? ഇവിടെ എന്താ 5 × 2 10. 2ഉം 18 ക്യാൻസൽ ചെയ്യുക 9. 9 × 5 45. ഓക്കെ, 25% എന്ന് പറഞ്ഞാൽ 45 ആയിരിക്കും. 25% 45 ആയിരിക്കും. ഇനി ഞാനൊരു എളുപ്പ വഴി പറയാം. ഈ 180 ആണ് 100%. 180 ആണ് 100% അല്ലേ? 10% എന്ന് പറഞ്ഞാൽ എത്രയാ? 10% എന്ന് പറഞ്ഞാൽ 18. 40% എന്ന് പറഞ്ഞാൽ എത്രയാ? 18 × 10% 40. 40% എന്ന് പറഞ്ഞാൽ നോക്കി 10% എന്ന് പറഞ്ഞാൽ 18. 40% എന്ന് പറയുമ്പോൾ 10 × 4 40. ഇപ്പൊ 18 × 4 കൂട്ടിയാൽ പോലെ 18 × 4 ചെയ്യുമ്പോൾ 72 കിട്ടും അല്ലേ? 10% 18 ആണെങ്കിൽ 30% എത്രയാ? 18 × 3 ചെയ്യാം. 18 × 3 എന്ന് പറഞ്ഞാൽ 54 കിട്ടും അല്ലേ? 10% 18. 5% എത്രയാ? മൈൻഡിലൂടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറയുന്നതാണ്. 25% നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 10% 18. 20% എന്ന് പറയുമ്പോൾ 18 + 18 36 വരും. 5% എത്രയാ? 18ന്റെ പകുതി 9. അപ്പൊ 36 9 45. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഈ രീതിയിൽ ചെയ്യണം എന്നൊന്നുമില്ല. 180ൽ 100ൽ 40 അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. നമ്മുടെ അടുത്ത് 100% എന്ന് പറഞ്ഞാൽ 180 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള എല്ലാ ശതമാനങ്ങളും കണ്ടുപിടിക്കാം. 10% 18 ആണെങ്കിൽ 40% 18 × 4 ചെയ്യുക. 30% ആണെങ്കിൽ 18 × 3 ചെയ്യുക. 25% ആണെങ്കിൽ എന്താ? 10% 18 ആണെങ്കിൽ 25% ഇങ്ങനെ കാണും. 20% എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി 36 ആണ് ഇല്ലേ? 10% 18 ആണെങ്കിൽ 5% എത്രയാ? 9 ആണ്. 36 9 45. അടുത്ത ക്വസ്റ്റ്യൻ. കഴിഞ്ഞ മാസം 14,000 രൂപ വിലയുണ്ടായിരുന്ന മൊബൈൽ ഫോണിന്റെ വില ഈ മാസം 6% കുറഞ്ഞു. ഇപ്പോഴത്തെ വില എത്രയാണ്? ഓക്കെ, കഴിഞ്ഞ മാസം 14,000 രൂപ വിലയുണ്ടായിരുന്ന ഫോണിന്റെ വില ഈ മാസം എത്ര? 6% കുറഞ്ഞു. ഈ മാസം 6% കുറഞ്ഞു. 6% കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൊത്തം 100% ആണ് ഉള്ളത്. 6% കുറഞ്ഞു എന്ന് പറയുമ്പോൾ 94%. 94% എങ്കിൽ ഇപ്പോഴത്തെ വില എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 14,000 × 94/100 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. 6% കുറഞ്ഞു എന്ന് പറയുമ്പോൾ 94%. 6% കൂടി എന്ന് പറയുമ്പോൾ എത്ര? 100 + 6 106% അല്ലെ? 25% കൂടി എന്ന് പറയുമ്പോൾ എത്രയാ? 100 + 25 125%. 25% കുറഞ്ഞു എന്ന് പറയുമ്പോൾ എത്രയാ? 100 - 25 75% അല്ലെ? ഈ ശതമാനത്തിന്റെ സിമ്പിൾ കളയാൻ വേണ്ടി നമ്മൾ എന്താ? ഡിവൈഡ് ബൈ 100 ചെയ്യും അല്ലെ? ഡിവൈഡ് ബൈ 100 ചെയ്യും. അത്രേ ഉള്ളൂ. 0 ക്യാൻസൽ ചെയ്യാം. 140 × 96 അല്ലെ? 94 × 14 ചെയ്യുക. പിന്നെ ഒരു 0 ഇട്ട് കൊടുക്കുക. 13,160 നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ, 1316 നമുക്ക് 94 × 14 ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ എന്താ? ഇവിടെ ഒരു 0 കൂടി ഉണ്ട്. അപ്പോൾ 0 കൂടി ആഡ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് 13,160 കിട്ടും. ഓക്കെ, ഇപ്പോഴത്തെ വില 13,160 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ പാദം, ലംബം, കർണം, അതല്ലേ മട്ടത്രികോണം. 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നതല്ലേ മട്ടത്രികോണം. ലംബവശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 10ഉം 8ഉമാണ്. എത്രയാണ്? 10ഉം 8ഉമാണ്. 10ഉം 8ഉം. ഈ വശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 20%ഉം 25%ഉം വർദ്ധിപ്പിച്ചാൽ പരപ്പളവിന്റെ വർധനവ് എത്രയായിരിക്കും? പരപ്പളവിന്റെ വർധനവ് എത്രയായിരിക്കും? ഇത് ഇച്ചിരി ഒരു ലെങ്ത്തുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ആദ്യം തന്നെ നമ്മൾ അറിയണം മട്ടത്രികോണത്തിന്റെ പരപ്പളവിന്റെ ഇക്വേഷൻ എന്താ? ഹാഫ് BH ആണ്. പരപ്പളവ് എന്ന് പറയുന്നത് വിസ്തീർണ്ണമാണ്. ഹാഫ് BH. ബി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത്, വീതി. ഇത് ഉയരം, ഹൈറ്റ്, H. ഓക്കെ, ഹാഫ് BH എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് താഴെയുള്ള ബേസ് ആണ്. ഓക്കെ, ഇത് ഹൈറ്റ് ആണ്. അപ്പം ബേസ് 8 ആണ്. ബി എന്ന് പറഞ്ഞാൽ 8, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്. 2ഉം 10ഉം ക്യാൻസൽ ചെയ്തു. 8 40 ആൻസർ കിട്ടി. അപ്പോൾ ആ മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളം 10ഉം 8ഉം ആണെങ്കിൽ ആ മട്ടത്രികോണത്തിന്റെ വിസ്തീർണം അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് 40 ആയിരിക്കും. നമ്മുടെ അടുത്ത് അതാണോ ചോദിച്ചത്? അല്ല. ആ വശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 20% 25% വർദ്ധിപ്പിച്ചു എന്ന് അറിഞ്ഞത് അല്ലേ? 20% 25% വർദ്ധിപ്പിച്ചു എന്ന് അറിഞ്ഞത്. അതായത് ഒരു നീളം 10ഉം ഒരു നീളം 8ഉം ആണ് അല്ലേ? ഒരു നീളം 10ഉം ഒരു നീളം 8ഉം ആണ്. അപ്പോൾ 10ന്റെ 20%
8ന്റെ 25% വർദ്ധിപ്പിച്ചു. അതിന് ശേഷം നമ്മൾ എന്താ ഹാഫ് പി എച്ച് എടുത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഹാഫ് പി എച്ച് ചെയ്താൽ മതി. 100ന്റെ 20% എന്ന് പറഞ്ഞാൽ, അല്ല 10ന്റെ 20% എന്ന് പറഞ്ഞാൽ 10 × 100 അല്ലേ? 0 ക്യാൻസൽ ചെയ്തു. 10 × 2 20, 20/10 എന്ന് പറഞ്ഞാൽ 2. 8ന്റെ 25% എന്ന് പറഞ്ഞാൽ എന്താ? 8 കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. 25/100 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4. ഓക്കെ, അപ്പോൾ 8 × 1/4 എന്ന് പറയുന്ന നേരത്ത് 2 തന്നെ വന്നു അല്ലേ? രണ്ടും 2 തന്നെ വന്നു. അപ്പോൾ നമ്മുടെ 10ന്റെ 20% എന്ന് പറയുമ്പോൾ 2 ആണ്. 8ന്റെ 25% എന്ന് പറയുമ്പോഴും 2 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താ? ഈ വശങ്ങളുടെ നീളം 20% 25% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ 10 എത്രയായി? 10 12ആയി. 10 + 2 12, അല്ല 10 + 2 12ആയി. 8 + 2 10 ആയി. അപ്പോൾ നിലവിലെ ബേസ് എന്ന് പറഞ്ഞാൽ 12ഉം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10ഉം ആണ്. അപ്പോൾ നമ്മൾ ഹാഫ് ബി എച്ച് ചെയ്യുക. ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബി എത്രയാ? ബി 12 ആണ്. എച്ച് എത്രയാ? 10 ആണ് അല്ലേ? ഇപ്പൊ ഇത് ചെയ്യാൻ നേരത്തെ നമുക്ക് എത്ര കിട്ടും? 60 ആൻസർ കിട്ടും. 60 ആൻസർ കിട്ടും. ആദ്യത്തെ വിസ്തീർണം എത്രയായിരുന്നു? ആദ്യത്തെ വിസ്തീർണം 40 ആയിരുന്നു. ഇപ്പോഴത്തെ വിസ്തീർണം എത്ര കിട്ടിയത്? 60 കിട്ടി അല്ലേ? ആദ്യത്തെ വിസ്തീർണം 40 ആയിരുന്നു, ഇപ്പോഴത്തെ വിസ്തീർണം 60 കിട്ടി. അപ്പൊ എത്ര കൂടി പിള്ളേരെ? എത്ര കൂടി? 20 കൂടി അല്ലേ? 20 കൂടി. ആദ്യത്തത് 40 അല്ലേ? പിന്നത്തത് 60 ആയി. അപ്പൊ എത്ര കൂടി? 20 കൂടി. 20 കൂടി. ഏത് ബേസ് ചെയ്തിട്ടാ? 40 ബേസ് ചെയ്തിട്ടാ. 40ൽ നിന്ന് 20 കൂടി അല്ലേ? അപ്പൊ 40ന്റെ 20 ആണ് കൂടിയത്. 40ന്റെ 20 എത്ര പെർസെന്റേജ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 40ന്റെ 20 എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിക്കാൻ 40ൽ 20 × 100 ചെയ്യുക. 0 ക്യാൻസൽ ചെയ്തു. ഓക്കെ, 25 വരും. 100/4 എന്ന് പറഞ്ഞാൽ 25 വരും. 25 × 2 എന്ന് പറഞ്ഞാൽ 50% ആണ് ഇവിടെ ഇൻക്രീസ് ഉണ്ടായത്. ഓക്കെ, ഒരു മട്ട ത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളം 10ഉം 8ഉം ആണെങ്കിൽ നമ്മുടെ വിസ്തീർണം എന്ന് പറയുന്നത് 40 ആയിരിക്കും. ഈ വശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 20%, 25% വർദ്ധിപ്പിച്ചാൽ പരപ്പളവിലെ വർധനവാണ് ചോദിച്ചത്. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ചിൽ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ 60 ആണ്. 40ൽ നിന്ന് 60 എന്ന് പറഞ്ഞാൽ 20 കൂടി. എന്തിനെ ബേസ് ചെയ്തിട്ട് കൂടി? 40നെ ബേസ് ചെയ്തിട്ട് കൂടി അല്ലെ? ആദ്യത്തെ വിസ്തീർണത്തിൽ നിന്നാണ് എന്ത്? 20 കൂടിയത്. അപ്പൊ 40ൽ 20 × 100 ചെയ്യുക. കൺഫ്യൂഷൻ വരരുത്. 40നെ ബേസ് ചെയ്തിട്ടാണ് എന്ത്? 20 കൂടിയത്, 60 ആയത് അല്ലെ? അപ്പൊ 40ൽ 20 × 100 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 50% കൂടിയെന്ന് കിട്ടും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സംഖ്യയുടെ, സംഖ്യ അറിയില്ല, ഞാൻ എക്സ് ഇട്ടു. ഒരു സംഖ്യയുടെ 25%. അപ്പോൾ ഒരു സംഖ്യയുടെ 25% എന്ന് പറയുമ്പോൾ 100ൽ 25 അല്ലെ? 25% എന്ന് പറയുമ്പോൾ 25/100 അല്ലേ? ആ സംഖ്യയുടെ 1/3 8 കുറവാണ്. ഒരു സംഖ്യയുടെ 25% എന്ന് പറയുന്നത് എന്താണ്? ആ സംഖ്യയുടെ 1/3 8 കുറവാണ്. കിട്ടിയോ? അപ്പൊ ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ SCRT-യിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒരു സംഖ്യയുടെ 25% എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ എക്സിന്റെ 25%. 25% എന്ന് പറഞ്ഞാൽ നോക്കി, 25/100. ആദ്യം നമ്മൾ തുടക്കം തന്നെ പറഞ്ഞതാ അല്ലെ? എക്സിന്റെ 25% ആ സംഖ്യയുടെ 1/3 എക്സിന്റെ 1/3 8 കുറവാണ്. ഈ ഒരു ഫോർമാറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. 25/100 നമുക്ക് 1/4 എന്നാക്കാം അല്ലെ? 25/100 1/4 എന്നാക്കാം. അപ്പൊ എക്സ് ഇൻറ്റു 1/4 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1/3 മൈനസ് 8. അതായത് x/4 ഈസ് ഈക്വൽ ടു x/3 മൈനസ് 8. അങ്ങനെ എഴുതാം. 8നെ ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നു, എങ്ങോട്ട്? ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു. അപ്പൊ -8 എന്താവും? +8 ആവും. ഈ x-4നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്ത് വരും? x-3 മൈനസ് x-4 ആവും അല്ലെ? ഇത് 4x മൈനസ് 3x ഡിവൈഡ് ബൈ 12 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു x/12 എന്ന് വരും. x/12 അതായത് 8 ഈസ് ഈക്വൽ ടു x/12 എന്ന് വരും. ഇംപ്ലൈസ് 12നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും? 8 × 12 ഈസ് ഈക്വൽ ടു x. 8 × 12 എന്ന് പറഞ്ഞാൽ 96. അപ്പൊ നമ്മുടെ സംഖ്യ എത്രയാണ് പിള്ളേരെ? സംഖ്യ x ഈക്വൽ ടു 96. x ഈക്വൽ ടു 96. കിട്ടിയോ? x ഈക്വൽ ടു 96. ഒന്നുകൂടി പറയാം, ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആദ്യം എഴുതിയ ആ ഒരു സെന്റൻസ് ഇല്ലേ, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം എഴുതിയ ആ ഒരു എക്സ് വെച്ചുള്ള ഒരു എക്സ്പാൻഷൻ, ആ ഒരു എക്സ്പാൻഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തു പോകുന്നത് അല്ലേ? അപ്പോൾ വരാൻ പോകുന്ന എക്സാമിനേഷന് വേണ്ടി മാത്സ് നമ്മൾ പഠിക്കേണ്ടത് എന്താ? മാക്സിമം ക്വസ്റ്റ്യൻസ് എന്താ വർക്കൗട്ട് ചെയ്യുക അല്ലേ? മാത്സ് പഠിക്കാനുള്ള ആകെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെ നോക്കി, ഒരു സംഖ്യയുടെ 25% സംഖ്യ എടുത്തു. 25% എന്ന് പറയുമ്പോൾ എത്രയാ? 25/100
എന്ന് പറയുന്നത് എന്താ, ആ സംഖ്യയുടെ തന്നെ മൂന്നിലൊന്നിനേക്കാൾ, ആ സംഖ്യയുടെ തന്നെ മൂന്നിലൊന്ന് എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ മൂന്നിലൊന്ന് ഗുണിച്ചു അതിനേക്കാൾ 8 കുറവാണ്. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിൽ നിന്ന് 25/100 ഞാൻ എങ്ങനെ എഴുതി, 25/100 1/4 എഴുതി വെട്ടി ചെറുതാക്കുമ്പോൾ അല്ലേ. അതുപോലെ x × 1/3 -8 എന്ന് വന്നു അല്ലേ. ഇത് എത്രയാ, x/4 = x/3 എന്ന് വന്നു, -8. ഈ -8നെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി, അപ്പൊ എന്താവും 8 ആവും. അതുപോലെ തന്നെ x/4 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി, അപ്പൊ എന്ത് വരും, x - 3 - x/4 ആവും. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ എന്ത് വരും, 8 = 4x - 3x / 12 എന്ന് വന്നു അല്ലെ. 4x - 3x എന്ന് പറഞ്ഞാൽ x ആണ്, x/12 എന്ന് വന്നു അല്ലെ. 8 = x/12. അപ്പൊ x എത്രയാ, ഈ 12 ഇങ്ങോട്ട് കൊണ്ടുപോകാൻ നേരത്തെ 8 × 12 വരും, 96 ആണ് x. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ SCRT-യിലെ ക്വസ്റ്റ്യൻസ് ആണ്, മാക്സിമം ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.